ബിലാലിക്കയുടെ വീട്. ഇതാണ് എസ്ര മൂവി ഷൂട്ട് ചെയ്ത പൃഥ്വിരാജിന്റെ എസ്ര മൂവി. അത്ര വലിയ വിജയം നേടിയിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയായിരുന്നു. കാരണം ആ ജോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഈ വീടാണ് കഴിച്ചത്. ആ സിനിമയൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കണം. അത് വേറൊരു വൈബാണ്. കാരണം നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ ഒരു കിടിലം പാട്ട് ഇതിലുള്ളതുണ്ട്. പക്ഷെ അതും വലിയ ട്രെൻഡിങ് ആയിട്ടൊന്നും പോയിട്ടില്ല. അതും കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ട് നോക്കുക. ഇന്നലെ എല്ലാം അടിപൊളിയായിട്ട് നടന്നപ്പോഴേ തോന്നി എന്തോ മുണ്ടി വലുത് വരായിരിക്കുകയാണെന്ന്. അപ്പോൾ അതേ ഗൈസ് തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പോയി അവിടെ എറണാകുളമൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച്, അതായത് കൊച്ചി പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. കാണുന്നതാണ് ഗൈസ് കൊച്ചുവേളി എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കൊച്ചുവേളിയിൽ നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് പോകാനാണ് നമ്മൾ ഇരുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ 2 മിനിറ്റ് ട്രെയിൻ ലേറ്റായി ഗൈസ്. ഈ ഇടയ്ക്കായിട്ട് ട്രെയിൻ നല്ലപോലെ ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, നേരെ ഒരു ഓട്ടോ വിളിച്ച് കൊച്ചുവേളിയിൽ വന്ന് 9:10 ട്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രം സെൻട്രലിൽ 9:15 ട്രെയിൻ ഉണ്ട്. പക്ഷേ അത് എറണാകുളത്ത് എത്തുമ്പോൾ എങ്ങനെ പോയാലും 1:30 മണിയാവും, 1:45 മണിയാവും. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മണിയാകുമ്പോൾ എത്തും. ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഇവിടെ നിന്നുള്ളൂ. 3.5 മണിക്കൂർ യാത്രയാണ് ഇവിടെ നിന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഊബർ ഓട്ടോ അല്ലെങ്കിൽ സാധാ ഓട്ടോ വിളിക്കാമെന്ന് വെച്ചപ്പോൾ 200 രൂപയാവും. ഊബർ ഓട്ടോ വിളിച്ചപ്പോൾ 210, 220 രൂപയൊക്കെ കാണിക്കണ്ടായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് ഈസ്റ്റ് ഫോർട്ട് വരെ നടന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് എടുത്തു. ലുലു മാളിൽ പോണ ബസ് എടുത്തു. അവിടെ നിന്ന് നമ്മൾ വേൾഡ് മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങി. വേൾഡ് മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ 40 രൂപയാണ് 2 പേർക്കായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് 2 പേര് നേരെ വന്ന് വേൾഡ് മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ജസ്റ്റ് നടന്നിട്ട് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ആദ്യം വന്നൊരു ലോറിയിൽ നമ്മൾ കൈ കാണിച്ചു. എംസാനും കൊണ്ടുപോയി ലോറി ആയതുകൊണ്ട് പയ്യെ വന്നുകൊണ്ട് അണ്ണൻ ചവിട്ടി നിർത്തി. നമ്മൾ ചാടി കയറി നേരെ ഇവിടെ വന്ന് ഇറങ്ങി 350 രൂപ എടുത്ത് 2 സ്ലീപ്പർ എടുത്തു. ഇനി സ്ലീപ്പറിലാണ് പോകാൻ പോകുന്നത്. ഒരു 3.5 മണിക്കൂർ യാത്രയുള്ളൂടെ. അപ്പോൾ നമുക്കിനി നേരെ അകത്ത കാഴ്ച അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാം. ഇതാണ് ഗൈസ് നമ്മൾ പോണ വണ്ടി, ചണ്ഡീഗർ കൊച്ചുവേളി, അതായത് സാംപാർക്ക് എക്സ്പ്രസ്. അതായത് ഭയങ്കര ഫാസ്റ്റുള്ള വണ്ടിയാണ് ഗൈസ്. മറ്റേ വണ്ടികളെക്കാട്ടിലും ഫാസ്റ്റിന് പോണ വണ്ടിയാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് കിടക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. പൊളിക്കാൻ എടുക്ക്. നല്ല ശാന്ത സമാധാനമായ സ്ഥലം. സെൻട്രലായിരുന്നെങ്കിൽ ഭയങ്കര ബഹളവും ഭയങ്കര റഷുമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നല്ല സമാധാനം. അപ്പോൾ ഇതിനകത്താണ് ഗൈസ് നമ്മൾ പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. സ്ലീപ്പറൊക്കെ വൃത്തിയുണ്ട്, നല്ല വാഷ് ചെയ്തൊക്കെ ഇട്ടൊക്കെയാണ്. ജനറൽ തൊട്ടപ്പുറത്താണ്, അവിടെയും കുഴപ്പമൊന്നുമില്ല. AC ഒക്കെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ കൊച്ചുവേളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. എത്ര മിനിറ്റ് ലേറ്റാ? 15 മിനിറ്റ് ലേറ്റ്. നമ്മൾ അവിടെ നിന്ന് നേരെ കൊച്ചി മെട്രോയിൽ വന്നു ഗൈസ്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം. അവിടെയാണ് നമ്മളെ ഫ്രണ്ട് ഉള്ളത്. നമ്മളിതാ ടിക്കറ്റ് എടുക്കാൻ നിൽക്കണം ഗൈസ്. നമ്മൾ ബാഗ് ഇവിടെ വയ്ക്കണം ഗൈസ്. നമ്മൾ ബാഗ് വന്നു. 40 രൂപയാണ് കേട്ടാ 2 പേർക്ക്. ഒരാൾക്ക് 20 രൂപ. ടിക്കറ്റ് എവിടെ? ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മെട്രോയിൽ കയറാൻ പോണത്. ഒരു ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു, 2 പേർക്ക് കൂടെ പോയായിരുന്നു. അതുള്ള കേട്ടോ. മെട്രോയ്ക്ക് അകത്ത് വീഡിയോ ഒന്നും എടുത്തുകൂടാ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും എടുക്കില്ല, പോണവരെ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. ഇതാണ് ഗൈസ് ടിക്കറ്റ് മെട്രോയുടെ. 3 മിനിറ്റിൽ വണ്ടി വരും കേട്ടോ. നമുക്ക് ടൗൺ ഹാളിലാണ് ഗൈസ് ഇറങ്ങാനുള്ളത്. നമ്മളെ ഫ്രണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. ഇതാണ് ഗൈസ് ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴോട്ട് പോവാം ഗൈസ്. അങ്ങനെ വണ്ടി നമുക്ക് കിട്ടി. നമ്മളെ ബാഗ് ഇതാ നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലാണ് നമ്മളെ കറക്കോത്രി എറണാകുളം. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ രാവിലെ കഴിച്ച ഫുഡാണ്, ഇതുവരെ വേറെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇവിടുത്തെ ഒരു ബെസ്റ്റ് സ്പോട്ട് എവിടെന്നെങ്കിലും തപ്പിയിട്ട് കടവന്തറ അങ്ങോട്ട് ഇവിടെ ഒരു ബെസ്റ്റ് ഊണ് കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് എറണാകുളത്തെ ഊണം നോക്കട്ടെ. നെയ്മീൻ കഴിക്കാൻ വന്നതാണ് ഗൈസ്. ദോ ആ കാണുന്ന അവിടെ തീർന്ന് 2 മണിയായപ്പോഴേ തീർന്ന് ഗൈസ്. ലെറ്റ്സ് ഗോ സംവെയർ എൽസ്. നമ്മളിപ്പോൾ ചേച്ചിമാരുടെ കടയിലോട്ടാണ് ഗൈസ് പോണത്. അവിടെ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. 2:30 മണിയായി, ചിലപ്പോൾ തീർന്ന് കാണും, നോക്കാം. ഇവിടെ എത്തി ഗൈസ്. ഇത് കണ്ട കപ്പ ഉലത്ത്, മുളകിട്ട കേരക്കറി. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിനകത്താണ് കേട്ടോ. ഇതോടെയാണ് വന്ന വഴി. കമോൺ ഗൈസ്, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തീർന്നു. എന്തോന്ന് കപ്പ ഉലത്തിയത്, അത് തീർന്നു. നമ്മളപ്പോൾ 2 ഊണ് പറഞ്ഞു.
അതിൻ്റെ കൂട്ടത്തിൽ ഒരു കേരക്കറി, അതിവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. കേരക്കറിയും പിന്നെ കിളിമീനും വറുത്തത്. യെസ് ഗൈസ്, നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്യണം. അതായത് നമ്മൾ അവിടെ ഇത് അങ്ങനെ വലുതായിട്ടില്ല. ഓക്കെ, ഇതിൽ പേര് മാറ്റമുള്ളതാണ് അവിടെ. ഇവിടെ വരുമ്പോ എടാ കൊടുവി ഇത് ചൂരെ തന്നെ കയറാ തുറ ഗൈസ്. എന്തോ സാധനം വരട്ടെ, സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഊണ് വന്ന് ഊണിൻ്റെ കൂടെ കിച്ചടിയുണ്ട്, മാങ്ങാച്ചാറുണ്ട്, തോരയുണ്ട്. ചാറ് വേണം. ഇത് ക്യാബേജ് തോരനാണ് കേട്ടോ. അത് ഇതാ ഈ ഊണ്. മാങ്ങാച്ചാർ ഫ്രഷ് മാങ്ങാച്ചാറാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം. ഇത് മീനിൻ്റെ ഗ്രേവി. കഴിച്ചോക്കട്ടെ കഴിച്ച്. ഇത് സീന് സാധനം കേട്ടോ. കേരക്കറി ഫ്രൈ കൂടെ വരുമ്പോൾ കാണിച്ചു തരാം. സൂപ്പർ ചോറും കഴിച്ച്. ഇത് കിളിമീന്, ഇത് കേര. എടാ ഇത് മറ്റേ നവരയില്ലേ എടാ നമ്മളവിടുത്തെ? അതുപോലെ നവര, പത്തനംതിട്ട ഭാഗത്തൊക്കെ നവര തന്നെടാ. അതിനവിടെയൊക്കെ ഉണ്ണിമേരി എന്നൊക്കെ പറയും കേട്ടോ. ഇത് അതാണ് സാധനം, കിളിമീൻ കേട്ടോ. ടേസ്റ്റും കൂടെ നോക്കട്ടെ. നവര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. ഇനി അടുത്തത് കേരക്കറി. ഇത് ചൂരയല്ലേടാ, ചൂര പോലെ ഇരിക്കണം ഗൈസ്. ചൂരയുടെ ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ചൂര ചൂരയാണോ? ഞാൻ പറഞ്ഞ തന്നെ ചൂര കേരയായി. 200 കിലോമീറ്റർ പറയുമ്പോൾ ചൂര കേരയായി ഗൈസ്. വ്യത്യാസം ഉണ്ടെന്തോ, എനിക്ക് ചൂര എന്നിട്ടാണ് തോന്നുന്നത്. വൈറ്റ് മീറ്റ്. പക്ഷെ മറ്റേ ഫ്രൈ ഉള്ള ഇതിൻ്റെ ഗ്രേവി പോയിടെ പോകാം കേട്ടോ. കുറച്ച് കേരക്കറി, നല്ല മുളവിട്ട സാധനമാണ് കേട്ടോ. കുറച്ച് കേരക്കറി എടുത്തോ. കുറച്ച് മീനിൻ്റെ ഫ്രൈൻ്റെ പൊടി ഇവിടെ ഇരിക്കണം കേട്ടോ. അത് കുറച്ച് നമ്മുടെ നവര പേര് മാറ്റിയത് ഉണ്ണിമേരി, എന്ത് വേണം പറയാം. ചേച്ചിയുടെ അങ്ങോട്ടൊക്കെ ഉണ്ണിമേരി എന്നാണ് പറയുന്നത്. കുറച്ച് ജലാബ എല്ലാം കൂടെ വെച്ചിട്ട് ഇതുകൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഴക്കുകയാണ് കഴിച്ച് നമ്മൾ. അപ്പോൾ ഇപ്പം മിക്സാണ് കേട്ടോ. മാങ്ങ അച്ചാറെന്ന് കുറച്ച് തോര. ഇത് എനിക്ക് വെക്കാൻ താല്പര്യമില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ലെവൽ സാധനം ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. മസ്റ്റ് ട്രൈ സാധനം കേട്ടോ, പൊളി. അപ്പം ഗൈസ് ഇതെല്ലാം കഴിച്ച് തീർത്തിട്ട് വരാം. അപ്പോൾ ലൈവായിട്ട് ഇവിടെ വീണ മാങ്ങയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ലുലു മോളിലോട്ട് പോകണം. അപ്പോൾ ലുലു മോളിൽ എന്ത് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 മണി ആയതേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് ഇന്നത്തെ പ്ലാനിങ്സ് എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്സ് ഇടാനുള്ള പരിപാടിയാണ്. അവിടെ പോകുമ്പം ഗ്യാസിക്കകത്തിരുന്നുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത് പള്ളിശ്ശേരി റോഡിലോട്ട് തിരിയണതിൻ്റെ എവിടെയാണ് ഈ ചേച്ചിമാരുടെ കട. ഇവിടെ ഫുഡെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫുഡുകളാണ്. എങ്ങനെ ഉണ്ടായത് ചോറ്? ഇത് ഏത് ക്വാളിറ്റി അരി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നേ വരെ ഈ അരി ഒരു ഹോട്ടലിൽ കഴിച്ചിട്ടില്ല സത്യം. അമ്മാതിരി ക്വാളിറ്റി സാധനം. ഇതിലോടാ എന്നാ വേണം. കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. ആര് വെട്ടിയെന്തോ. ഇതാണ് ആ റോഡ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് അല്ല വലത്തോട്ട്. അക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയെ എന്തൊരു ബ്ലോക്കടാ ഇത്. എറണാകുളത്തുകാർക്ക് ഇതൊക്കെ ശീലമായിരിക്കും. എൻ്റെ എറണാകുളത്തുള്ള ലുലു മാളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കാശ്. ഞാനിവിടെ 1-2 പ്രാവശ്യം എന്താ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഇനി ബാക്കി പ്ലാനിങ്സും പരിപാടീസൊക്കെ നടത്താൻ പോകണം. നമ്മളെ തിരുവനന്തപുരത്തിന്റെ ഒരു 3 ഇല്ല അല്ലേ. റോളക്സ് ഇരിക്കണൊക്കെ റോളക്സ്. അതിന്റെ എൻട്രൻസിന്റെ തൊട്ടിപ്പുറത്തൊക്കെ വെച്ചൊക്കെ ഉണ്ടായി. അത് കൊള്ളാം കേട്ടോ. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്ക്. എൻ്റെ അമ്മച്ചി എന്തൊരു ജനം. നമ്മൾ ലുലു മാളിൽ ഇറങ്ങിയ കാശ്. നമ്മളിപ്പം പോകുന്ന കടമക്കുടി ഐലൻഡ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സത്യയുടെ എറണാകുളത്തുള്ളവർ സമ്മതിക്കണോ, എന്തൊരു ബ്ലോക്കടാണ് ഇവിടെ. നമ്മൾ പ്രോപ്പർ എറണാകുളം കയറിയല്ല ട്രിപ്പ് പോകുമ്പോൾ പോണത്. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. പക്ഷേ ഇത് കടുത്തടായി, ഒടുക്കത്തെ ബ്ലോക്ക്. ബൈക്കിൽ വന്നിട്ട് തന്നെ വൺ സീന് ഗൈസ്. ഇപ്പോൾ വരാപ്പുഴയായി ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് നമുക്ക് പോകാനുള്ളത് ഗൈസ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് ഐലൻഡിലോട്ട് പോകാം കേട്ടോ. ഇത്രയും നേരം വരാൻ നല്ല സമയം എടുത്തടേ. 1/4 മണിക്കൂറെടുത്ത് ലുലുന്ന് ഇവിടം വരെ വരാൻ. എന്തൊരു തിരക്കെൻ്റെ അമ്മച്ചി. ഇത് വരാപ്പുഴ മാർക്കറ്റ്. ഇതാണ് ഗൈസ്. നേരെ പോയിട്ട് വലത്തോട്ട്. എറണാകുളത്തെ വരാപ്പുഴ മാർക്കറ്റ്. നമ്മളെ ചാലയിലെ റോഡ് കുറച്ചുകൂടെ വീതി വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു ചെറിയ വീല്. ഏകദേശം നമ്മൾ എത്താറായി. ഊട് വഴിയൊക്കെ പൊത്ത് ചാടി നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നാഷണൽ പെർമിറ്റ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആരും വഴിയിൽ നിന്ന് മാറൂല. എടാ മോനെ എന്തൊരിത്, പാടോ തോടാ. ദിസ് ഈസ്
കടമക്കുടി ഐലൻഡിലേക്ക് പോകുന്ന വഴി കൊക്ക് നമ്മളെ 10 ഏക്കർ വയൽ പോലെ ഉള്ളല്ലേ. അവിടെ വരാപ്പുഴ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതവിടെ കണ്ട മറ്റേ ചീനവല. പക്ഷെ അതൊക്കെ വലിക്കുന്ന സമയമായിരുന്നേ സൂപ്പറായിരുന്നു. അടിപൊളി സ്ഥലം ഇവിടെ, കിടില സ്ഥലം. എന്ത് രസം ഇവിടെ കാണാൻ. താറാവ് നിൽക്കുന്ന നോക്കടാ. താറാവ് നോക്ക്, നിറച്ച് താറാവ്. സെറ്റല്ലേ അത്, ഫുള്ള് താറാവ്. വീടിന്റെ കരയിൽ വരെ വെള്ളം. അത്രയും താറാവ് കൃഷിയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒരു വഞ്ചി കിടക്കണം, ചങ്ങാടം പോലത്തെ. അവിടെ പോയി നോക്കി വിളച്ചിട്ട് വരാം. ഇത്രയും വേനലായപ്പോഴും നോക്കിയാണ് ഇവിടം വരെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മഴ പെയ്ത ഇതൊക്കെ നല്ല വെള്ളം കയറൂലേടേ. എൻ്റെ മോനെ, വെള്ളമൊക്കെ നോക്കി കിടക്കണ പഴയ ഫുള്ള് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ താറാവ് കൃഷിയിലെ സെറ്റപ്പാണ്. ഫുള്ള് താറാവ്, ഉറച്ചു താറാവ് കേട്ടോ. ഒരു 10-500 എണ്ണം ഇങ്ങനെ ആയാലും വരും ഇല്ലേ. കടമക്കുടി ഐലൻഡിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കടമക്കുടി ഐലൻഡിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ കൊള്ളാം കേട്ടോ, ഒരു ഐലൻഡ് തന്നെടാ. ഇവിടെ നിന്ന് വണ്ടി സെറ്റ് കേട്ടാ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കാര്യം. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് നേരെ അങ്ങ് കറങ്ങിയൊക്കെ പോവാൻ കേട്ടോ. അങ്ങനെ കറങ്ങി കിടക്കുകയാണ്. സെറ്റടായി. സൺസെറ്റ് ഇതാണ് ഗൈസ്. മറ്റേ സിനിമയില് മൈ ബോസ് സിനിമയിൽ ദിലീപ് പറയണത് തോട്ടിൽ സൂര്യ അസ്തമിങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് മമത വിളിച്ചോണ്ട് പോണത്. അങ്ങോട്ട് എന്തൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടികളൊക്കെ ഉണ്ട്. എന്തൊരു എക്സസൈസ് ചെയ്യാനുള്ള സാധനം അല്ലേ. സാധനം കൊള്ളാം കേട്ടോ. ഡ്രോൺ വ്യൂ പൊളിയായിരിക്കും ഇവിടെ ഉള്ള, ഉറപ്പാണ്. സൺസെറ്റിന്റെ ടൈമായി. ഇവിടെയൊക്കെ വീണാ മുങ്ങിച്ചാവൂന്ന് ഉള്ളവര് മുങ്ങിച്ചാവൂല ഗൈസ്, ചെളി തിന്ന് ചാവും. കണ്ട ഇത്ര വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഴമായിട്ട് തോന്നും. പക്ഷേ ഇതാണ് അവസ്ഥ. കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക ഗൈസ്. നമ്മളിതാ ഈ ഒരു ചരിഞ്ഞ് കിടക്കുന്ന മരത്തിൻ്റെ അതിൽ കയറിയിട്ടുണ്ട്. 5-6 ഫോട്ടോ എടുത്തു. നീന്താ അറിഞ്ഞുകൂടാത്തവരൊന്നും അങ്ങനെയൊന്നും കയറല്. ഇതാ ഇവിടെ ഒരു മീനിൻ്റെ സ്കെൽറ്റനൊക്കെ കിടപ്പുണ്ട്. അപ്പം അതോ കാക്ക തിന്നിട്ട് വെച്ചാണ്. എന്തായാലും സാധനം കൊള്ളാം. താഴെ പോവല്ലേ അപ്പി. സെറ്റല്ലേ അത്? നല്ല കാറ്റടേ. ജലദോഷം. ആഹാ, സെറ്റ് വൈബ്. സമാധാനമല്ലേ, അസുഖമൊന്നും വരായിരുന്നു അത് കാറ്റും കാരണം. നമുക്ക് അത്രയും വേസ്റ്റും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അടിയിൽ. കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. നമ്മൾ എൻട്രാവാൻ പോവുകയാണ് ഗൈസ്. ഇതിലേ കൂടിയാണ് നമ്മുടെ ദേശീയ ജലപാത സ്റ്റാർട്ട് ചെയ്തേക്കണത്. സെറ്റല്ലേ? ഓപ്പോസിറ്റ് കാണിച്ചു തരാം. ഇവിടെ സൺസെറ്റിൻ്റെ ക്ലൈമറ്റ്. ഇതാണ് ഓൾഡ് തോപ്പുംപടി ഹാർബർ. വലിയ വണ്ടികളൊന്നും ഇതിലൂടെ കടത്തിവിടില്ല. ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് ഹൈറ്റുള്ള വണ്ടികൾ മാത്രമേ ഇതിലൂടെ കടത്തിവിടുള്ളൂ. ഇതാണ് ആ ഒരു ഓൾഡ് ഹാർബർ. എത്തി ഗൈസ്. ഏ പ്രഭു കണ്ട കാട്ടിനകത്ത് ലൊക്കേഷൻ വിട്ടിട്ട് ആക്ഷൻ ഹീറോ ബിജു സിനിമ ഷൂട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ എന്താ കല്യാണം നടക്കണ കേട്ടോ. ഇപ്പോൾ അല്ല കേട്ടാ, നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹിയർ ഇസ് ദ കൊക്കാച്ചി. ഇതാണ് ഗൈസ് എൻ്റെ ലോഗോയുടെ ഉടമസ്ഥൻ. ഫോർട്ട് കൊച്ചിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ഫോർട്ട് കൊച്ചി ബി ലൈക്ക്. ഏടാ മോനെ, ഇതാണല്ലേ അത് വാസ്കോ ഹോം സ്റ്റേ. ഇവിടെ ഹോം സ്റ്റേ ഉണ്ടല്ലേ? ആ, ബിലാലിക്കയുടെ വീട്. മേരി ടീച്ചർ വന്ന ജനാല. മറ്റേ ഇന്നസെന്റ് ഇവിടെ വന്ന് മുണ്ടൂരി ആടുമ്പോ ഇവിടെ തന്നെ നോക്കണത്. ഈ ഡബിൾ ബുണ്ട് കണ്ടുപിടിച്ചവരെ അമ്മയ്ക്ക് വിളിക്കണം. അങ്ങനെ ബിലാലിക്കയുടെ വീടിനോട് നമ്മൾ വിട പറഞ്ഞ് ഇതാ അടുത്ത് പോവുകയാണ്. പക്ഷെ ഇവിടുത്തെ സെറ്റപ്പ് കൊള്ളാം. ഒരു പോണ്ടിച്ചേരി വൈബ്.
നീ പോണ്ടിച്ചേരി പോയിട്ടുണ്ടോ? ഞാനും പോയിട്ടില്ല. പറഞ്ഞത് കൊള്ളാം കേട്ടാ, കോട്ടയക്കെട്ടുള്ള പരിചയം കൊള്ളാം കേട്ടാ. പക്ഷെ രാവിലെ വന്ന ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് എടുക്കാണ്. അപ്പോൾ നമുക്ക് രാവിലെ പറ്റുമെങ്കിൽ ഒന്ന് ഫോട്ടോസ് എടുക്കാം. നാളെ രാവിലെ വേറൊരു പരിപാടിയുണ്ട്, പക്ഷെ രാവിലെ നമ്മളെ കിട്ടില്ല. ഇനി നമ്മൾ നാളെ 6 മണിയാവും ഇറങ്ങാൻ. ഇതാണ് എസ്ര മൂവി ഷൂട്ട് ചെയ്ത പൃഥ്വിരാജിന്റെ എസ്ര മൂവി. ഇത്ര വലിയ വിജയം നേടിയിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. കാരണം ആ ജോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന വീടാണ് കഴിച്ചത്. ആ സിനിമയൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കണം. വേറൊരു വൈബാണ്. കാരണം നമ്മുടെ സുഷിൻ ശ്യാമിന്റെ ഒരു കിടിലം പാട്ട് ഇതിലുള്ളതുണ്ട്. പക്ഷെ അതും വലിയ ട്രെൻഡിങ് ആയിട്ടൊന്നും പോയിട്ടില്ല. അതും കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ട് നോക്കുക. എങ്ങനെയുണ്ട്? 2 സിനിമയിലെ വീട് കണ്ട്. ഇനി അടുത്ത ഏതാണ് കോക്കാച്ചി നമ്മളെ കാണിക്കാൻ പോകുന്നത്? ഹോട്ടൽ. ഓക്കെ, നമ്മളിനി ഹോട്ടലാണ് കാണാൻ പോകണം. ഉസ്താദ് ഹോട്ടലാണോ? അല്ല. ഓക്കെ, അപ്പോൾ ഉസ്താദ് ഹോട്ടലല്ല, പള്ളിയിലെച്ച ഹോട്ടലാണ് ഗൈസ്. ഏതോ പടത്തിൽ ഈ ഒരു ഹോട്ടലുണ്ട് ഗൈസ്. അത് ഏതെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് മൈൻഡ് പറഞ്ഞില്ല. സൈക്കിൾ അവിടെ റെൻറ്റിന് വെച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? കൊടൈക്കനാലിൽ മാത്രമേ ഈ സംഭവം ഞാൻ കണ്ടിട്ടുള്ളൂ. കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റാം. പാർക്കൊക്കെ 24 hours ഉണ്ട് ഗൈസ്. പിള്ളേരൊക്കെ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടലാണ്. അല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഗൈസ്. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഓക്കെ, കിട്ടില്ല അല്ലേ? എടുക്കണം, ഫോട്ടോ എടുക്കണം ഗൈസ്. നിങ്ങൾക്ക് ഈ വലിപ്പമുള്ള സാധനം എന്തോന്ന് മനസ്സിലായോ? ഇതാണ് ഗൈസ് നങ്കൂരം. എൻ്റെ അപ്പോൾ ഇത്തിരി വലിപ്പൂടെ ഇത്. മറ്റേ ടോം ആൻഡ് ജെറിയിലേക്ക് ടോമൊക്കെ എടുത്ത് കയറി കല്ലി വലിയായിട്ട് കയറിയണണ്ട. അത് ഗൈസ് നിങ്ങളിത് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയോ. ആ, എന്തൊരു സാധനം നോക്കടേ. പക്ഷെ എൻ്റെ അമ്പോ ഉമ്മച്ചി ആടാണ്. അത് ടെർമിനൽ, വല്ലാർപാടം ടെർമിനൽ. കൊള്ളാല്ലേ? ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. പക്ഷെ അതിന്റെ ഫ്രണ്ടിലൊരു കുണപ്പുണ്ടല്ലോ. അതെവിടെ? ആ തുമ്പ് എവിടെ? ഇത് ഇവ ജാതി പറയണ്ടേ? എന്തിനാണ് ഇതല്ലേ? എന്റെ അമ്മച്ചി വലുതാ. ഈ വീഡിയോയിൽ പോലെ അത്ര ഇതായിട്ട് കാണിക്കാൻ പറ്റണല്ലേ. എന്നെക്കാട്ടിലും ഉണ്ട് പൊക്കം. ഗൈസ്, ഇത് സ്റ്റീം ബോയിലേഴ്സ് ആണ്. ഇതാ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കിയോ. എൻ്റെ മോനെ കൊള്ളല്ലേ? ചരിത്രം പീരങ്കിയിരിക്കുന്നുണ്ടോ ഗൈസ്? പൊട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചോളൂ. പൊട്ടിയാൽ കല്ലറയിലാവും. അതറിയാം. അതന്നെ മറ്റേ റിസോർട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലെ ഗോവ. ഗൈസ്, നമ്മളവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടെ സെറ്റപ്പ് കൊള്ളാം കേട്ടോ. നമുക്ക് പഴയ രീതിയിലുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പാണ്, നോക്കണ്ട. ചേട്ടാ എനിക്ക് സ്ട്രോങ് മധുരം കുറച്ച്. മിൻറ്റും ലൈമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. പപ്പടം അവിടെ ഗൈസ്, അവിടെ അല്ല പപ്പടം അവിടെ ഉണ്ട്, മുറുക്കുണ്ട്, മരിച്ചിനേറ്റിലുണ്ട്, കപ്പലണ്ടി ഉണ്ട്. കൊള്ളാം കേട്ടോ. മറ്റേ പേട പറഞ്ഞു ഗൈസ്. ദാ ഈ ചൂടുവെള്ളത്തിൽ ഗ്ലാസ് എല്ലാം അങ്ങോട്ട് ഇട്ടു. കൊള്ളാം കേട്ടോ പരിപാടി. തേയില ഒഴിക്കുന്നു. ആരവിടെ മരിക്കുന്നത്? പോത്ത്, പാമ്പ് അങ്ങനൊക്കെ ഒരെണ്ണക്കാരനൊരു പാട്ട് പാടുന്നു. അല്ലേ, നാരങ്ങ ആസ്വദിക്കാം. ഈ ഉള്ള കോറസ് പാട്ടൊക്കെ പാടി കാരണവര് ഇങ്ങോട്ട് കട്ടി കുറച്ചരിങ്ങല്ലേ? കൊള്ളാം കേട്ടോ. ധനിയാപ്പത്ത, ഇത് പുതിന. ഓക്കെ, നല്ല മഴ വരുമ്പോ കാറ്റുണ്ട്. എടുക്കും. ഓ ഓ ഇത് കടുപ്പം ഉള്ളത്, മധുരം കുറച്ചത്, അത് സാധാ ഇവർക്കെല്ലാവർക്കും ഹാബിറ്റ്. നീ എവിടെ ക്ലാസ് കത്തിട്ട് വയ്ക്കാതെ ഇത് ഗൈസ്. നമുക്ക് കാലപ്പുറത്തോട്ടിട്ടിരിക്കാം. എന്തിനിവിടെ? ഓക്കെ, എന്തൊക്കെ ഓടിപ്പോയടാ. ഞണ്ടൊക്കെ കടിക്കോടെ. അമ്മേ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഗൈസ്. ചായ
ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഇവിടെയാണ് ആസിഫ് അലി അമർ അക്ബർ അന്തോണിയിൽ സ്റ്റണ്ട് കാണിച്ച് അഹങ്കാരമല്ല കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞ് പോണല്ലേ, അങ്ങനെയല്ലേ കാലൊടിയണ ഗൈസ്. ഈ കട നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാമോ? ആ കുട വെച്ചേക്കുന്ന കട. ഈ കടയിലാണ് ഗൈസ് ഫഹദ് ഫാസിൽ ഇടയ്ക്ക് വന്ന് ചായ കുടിക്കാറുള്ള ഒരു വീഡിയോ വന്നില്ലേ പണ്ട്, ഞാൻ ഇവിടെ നിന്നാണ് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ആ കടയാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. സെറ്റല്ലേ? കൊച്ചി ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ, നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് ഞാൻ കാണിച്ചെന്നല്ല നേരത്തെ. വാസ്കോഡ് ഗാമ സ്ക്വയർ, വാസ്കോഡ് ഗാമ. നല്ല സമയത്താണ് നമ്മൾ വന്നത്. ഇത് കണ്ട ജങ്കാർ എൻ്റെ കാറൊക്കെ എടുത്തോണ്ട് പറഞ്ഞ കാണിച്ചു തരാമേ. അതുകൊണ്ടോ സെറ്റ് കേട്ടോ. ഇങ്ങനെ മട്ടാഞ്ചേരിയിലോട്ട് പോകാം ഗൈസ്. മട്ടാഞ്ചേരി കണ്ടപ്പോൾ ചാടി ഇറങ്ങിയത്. എന്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? നേവിയുടെ അല്ലേ ഗൈസ്? നേവിയുടെ ക്വാർട്ടേഴ്സ്, ഹെഡ് ക്വാർട്ടേഴ്സ് നേവിയുടെ കോസ്റ്റൽ ഗാർഡ്. അതായത് കൊഞ്ചിറ സ്കൂളാണെന്ന് തോന്നുന്നു. എന്താ അത്? മട്ടാഞ്ചേരി നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടോ ഗൈസ്? നല്ല ചളി റോട്ടിലെത്രയും. ഗോവ വൈബല്ലേ? ഞാനും ഗോവയിൽ പോയിട്ടുണ്ടോ? ഞാനും പോയിട്ടില്ല. ഇത് ഹോട്ടൽ സീഗിൾ. എനിക്ക് യങ് സീഗിളിനെ മാത്രമേ അറിയാവൂ, +1 പഠിച്ച. ചിൽ ഹൗസ്, ബസ് യാത്ര, യങ് സീഗിൾ. പിന്നെ അസോറ. കൊച്ചി എന്നുള്ള സാധനത്തിൻ്റെ ഇതല്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ അകത്തൊക്കെ വേറെ വൈബാണ് കേട്ടോ ഇതിനകത്ത്. ബിൽഡിങ്സ് ആണെങ്കിലും പഴയ ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം. ചെറുക്കൂട നല്ല റോളക്കാല സ്ലിപ്പറിയാണ് കേട്ടോ. ഡച്ച് പാലസ് 1.3 കിലോമീറ്റർ പോയ ഡച്ച് പാലസ് എന്ന് കാണാം ഗൈസ്. ഇവിടുത്തെ ഈ വെള്ളം കാര്യങ്ങളും കൂടെയൊക്കെ ക്ലിയർ ആക്കിയുണ്ടല്ലോ അളിയാ, വേറെ ലെവലാണ് കൊച്ചി സത്യം. ചളിയും നാറ്റമൊക്കെ മാറിയ പിന്നെ ഇല്ലാത്ത സാധനമില്ല. നമ്മുടെ വലിയ കപ്പൽ ഞാനീരല്ലേ ഇതെന്തിരി കൊമ്പോ ഇത്രയും വലിയ ബിൽഡിങ് ഗൈസ്. ഇതാണ് മറ്റേ പ്രാന്തൻ കുരിയച്ചൻ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിൽ. അതിൽ കണ്ട ആ ഒരു കുരിശും പട്ടിയും. എന്തായാലും കൊള്ളാം കേട്ടോ, സെറ്റ് കൊള്ളാം അല്ലേ? വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓരോരോ സിനിമകളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ അറിയണത്. അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ കൊള്ളാം. ഭീഷ്മപർവ്വത്തിൻ്റെ ഡയലോഗ് അല്ലേ? ഭീഷ്മപർവ്വത്തിൻ്റെ ഡയലോഗ് ഗൈസ്. ഹണീബിയിലെ ഷൂട്ടിങ് നടന്നത് ഇവിടെയാണ് ഗൈസ്. ആസിഫ് അലിയുടെ അല്ലേ? അത് തന്നെ റൂഫിലുള്ള. മറ്റേ അവന്മാർ വെള്ളം ഒടിച്ചിട്ട് കിടക്കുന്ന അവിടെ ഇല്ലേ? മറ്റേ അവൻ്റെ പേരെന്തിട്ടാ? മറ്റേ വെള്ളം ഒടിച്ചിട്ട് ഇവിടെ കിടക്കണ ബാലു ഇവിടെയാണ് വെള്ളം അടിച്ചിട്ട് കിടക്കണത്. ഉള്ളതല്ലേ? സെറ്റ്. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഏകദേശം 10-300 വർഷത്തോളം പഴക്കം വരെ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളടക്കും. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 35 കൊല്ലം കഴിയുമ്പോൾ ഇടിഞ്ഞ് കളഞ്ഞേരാ. പക്ഷെ എന്തൊരു ഇതൊക്കെ ഇടില്ലല്ലേ ഗൈസ്. ഇവിടെ കുറച്ചുകൂടെ നല്ല പീസ്ഫുൾ വൈബ് സ്ഥലമാണ്. നമ്മൾ കയറാനില്ല, നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ജൂ സെമിട്രി. അതെങ്ങോട്ടാണല്ലേ? ജൂതന്മാരുടെ സെമിത്തേരി. ഈ കണ്ട സ്ഥലം കണ്ട ഗൈസ്, അതാണ് ഡാർവിൻ്റെ പരിണാമത്തിൻ്റെ ക്ലൈമാക്സ് ഷോട്ടൊക്കെ കുറേ ഷൂട്ട് ചെയ്തത്. ഐസ് ഫാക്ടറി കോട്ട മുംബൈയിൽ നമ്മളാ പപ്പാനിയെ കത്തിക്കല്ലേ ക്ലൈമാക്സിൽ, അത് ഇതിനകത്താണ് ഗൈസ്. കാണിച്ചു തരാം. ഇതൊക്കെ റീൽസുകൾ ഉണ്ടായിരുന്നില്ലേ വന്ന് ചെയ്യാനുള്ള? ഇതിനകത്ത് നമ്മളെ മട്ടാഞ്ചേരിക്കകത്തൊന്നും പുറത്തിറങ്ങി ഷൂട്ടിംഗ് ലൊക്കേഷനും കാണിച്ചു തന്ന കോക്കാച്ചിക്ക് എൻ്റെ കാൽഭാഗം. നമ്മളെന്തായാലും പകലൊരു ദിവസം ഇറങ്ങും ഗൈസ്. കോക്കാച്ചി തിരിച്ച് പോകണതിന് മുമ്പ് നമ്മൾ പകലൊരു ദിവസം ഇറങ്ങി എല്ലായിടും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ 2 വ്ളോഗിനുള്ളതുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ കാണാം. താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരക്കുകയാണ് ഗൈസ്. അപ്പോൾ ബ്രോ ശരി, കാണാം. ഇത് കോക്കാച്ചിയുടെ ഫ്രണ്ടാണ് ചങ്ക്. ശരി ഗൈസ്, അപ്പം അടുത്ത എന്തിനാണ് പരിപാടി കാണിച്ചു തരാം. വന്നൊന്ന് കുളിച്ച് ഫ്രഷായി നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങി.
ഫുഡ് കഴിക്കാൻ റെസ്റ്റോ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് നമുക്ക് കോപ്പി റൈറ്റ്. ഗൈസ് ഇതാണ് അതിൻ്റെ അവിടുത്തെ മെനു കാര്യങ്ങളൊക്കെ. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, എനിക്ക് പനി അടിച്ചു. സോ മെഡിസിനും കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫഹാം അടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഗൈസ് നമ്മുടെ പെരി പെരി അൽഫാം വന്നിട്ടുണ്ട്. ഇതാണ് പെരി പെരി അൽഫഹാം. ഇത് മയണൈസ്. ഇത് എന്തിനാണെന്ന് നോക്കണം. നമ്മൾ കഴിച്ചു തരാം ഗൈസ്. ഒന്ന് കാണിക്കാൻ വയ്യ. ഇതാണ് ഗൈസ് മറൈൻ ഡ്രൈവിൻ്റെ സ്റ്റെപ്പ്. നമ്മുടെ ദിലീപും കാവ്യയും കൂടെയൊക്കെ. ദിലീപും കാവ്യല്ല, കുഞ്ചാക്കോ ബോബനും കാവ്യല്ലേ? അത് സിയടി മൂസയില്ല, അതല്ല. കുഞ്ചാക്കോ ബോബനും കാവ്യയും കൂടെ ഇവിടെ മറ്റേ സിനിമയിൽ ഇവിടെ വെച്ചൊക്കെ കുറേ സീനൊക്കെ ഉണ്ടായിട്ട് ഗൈസ്. ആ സാധനമുള്ളത്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ കയറി കഴിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. ബോട്ട് കിടക്കണുണ്ടോ? ബോട്ട് ഉള്ളതല്ലേ? ഇതാണ് ഗൈസ് ആ ഒരു നടന്നു പോണ വഴി. നമ്മുടെ ബോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു മ്യൂസിക് കേട്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്നതാണ് ഗൈസ്. കടുത്ത് കറക്റ്റ് ഇതാ 1 മണി. ഇന്നത്തെ ആ പരിപാടി ഇതും കൂടെ ആകുമ്പോൾ കഴിയും. ഇത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം നാളെയാണ് നമ്മളുടെ മെയിൻ പരിപാടി. അപ്പോൾ നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ വ്ളോഗായിരിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള കാര്യം എന്താണെന്നുള്ളത് ഈ വ്ളോഗിൽ കൂടെ ആഡ് ചെയ്തേക്കും. ഇതെങ്ങനെ പോയാലും നല്ല സമയമാവും. നമുക്ക് പകുതി വെച്ച് കട്ട് ചെയ്ത് ഇടാം, അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. വൈകിട്ട് സൗണ്ടൊക്കെ പോയി. അപ്പം നാളത്തെ കാര്യം നമുക്ക് കാണാം ഗൈസ്. നാളെ വരാം. ഇന്നലെ എല്ലാം അടിപൊളിയായിട്ട് നടന്നപ്പോഴേ തോന്നി എന്തോ മുണ്ടി വലുത് വരാതിരിക്കുകയാണ്. അപ്പോൾ അതേ ഗൈസ് തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പൊയ്യ കാര്യം എന്തായാലും നടന്നില്ല. ഇന്നത്തെ ദിവസത്തെ വ്ളോഗായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടത് ഇന്നലെ നമ്മൾ എറണാകുളത്ത് പോയി കൊച്ചിയിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. തിരിച്ചിപ്പോൾ എന്താ നമ്മുടെ സംസമിന് വന്നിട്ടുണ്ട്. ഫുഡും കഴിച്ചിട്ട് പോകണം. പനി അടിച്ചട കടുത്ത്. നോ മോർ എനർജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നാളത്തെ വീഡിയോ ആയിരുന്നു യഥാർത്ഥ വീഡിയോ. അത് വേറൊരു ദിവസം എന്തായാലും വന്നെടുക്കാം. എന്തോ അതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരി ഗൈസ്, വയ്യ. ഹോസ്പിറ്റലൊക്കെ കയറാൻ പോകുമ്പോൾ 2 സിട്രസിന് 2 പാരസെറ്റമോളും രാത്രിയും രാവിലെ അടിച്ചിട്ടാണ് ഇപ്പം എന്താ അടിച്ച് നിൽക്കുന്നത്. അമ്മീ. അപ്പോൾ ശരി.